നമസ്കാരം. 2017 കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഒരു ടോക്കിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ തുടക്ക കാലഘട്ടമൊക്കെയാണ്, അപ്പോൾ പിള്ളേരുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാമെന്ന് എഴുതി ചോദിച്ചാണ്. അപ്പോൾ പുറയുന്നൊരു പയ്യൻ കൈ പൊക്കിയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവന് മൈക്ക് കൊടുക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം പറഞ്ഞു. ഞാൻ വെച്ചാൽ ചെറിയ പിള്ളേരുടെ എന്തെങ്കിലും ഡയലോഗ് പറച്ചിലൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു. അവൻ വരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വയ്ക്കുന്നു. മൈക്ക് എടുത്തിട്ട് പുള്ളി പറയാണ്, എനിക്ക് ചോദ്യമൊന്നും ചോദിക്കാനില്ല. കൃത്യം ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ടീച്ചറുമായിട്ട് ഒന്ന് ചൂടായിരുന്നു. എല്ലാവരും മുമ്പിൽ, കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ടീച്ചറോട് തട്ടിക്കയറിയത്. അതിനെന്നെ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു, ടീച്ചറോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പാരൻസിനെ വിളിച്ചുകൊണ്ടിരുന്നു, പക്ഷേ മാപ്പ് പറഞ്ഞില്ല. എനിക്ക് പറയാൻ തോന്നിയില്ല. ഇന്നിപ്പോൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ടീച്ചറോട് മാപ്പ് പറഞ്ഞ കേട്ടപ്പോൾ എവിടേക്കോ എനിക്ക് എൻ്റെ ടീച്ചറോട് മാപ്പ് പറയണമെന്ന് തോന്നി. എന്നിട്ട് അവൻ നേരെ മൈക്ക് എടുത്തിട്ട് മുമ്പിൽ ഞാൻ ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ചെയ്ത് തെറ്റാണ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിരുപാധികം ഞാൻ ടീച്ചറെ മാപ്പ് അപേക്ഷിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ മൈക്ക് നോക്കി അവൻ്റെ കണ്ണും നിറഞ്ഞാണെങ്കിൽ നിറഞ്ഞു തോന്നി. പിന്നെ നീ ആരെങ്കിലും ഉണ്ടോ ചോദ്യം ചോദിക്കാമെന്ന് പറയാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡിൽ കൂടെ എനിക്ക് കാണാം ആ ടീച്ചർ ഇങ്ങനെ കണ്ണാടി പൊക്കിയിട്ട് കണ്ണു തുടയ്ക്കുന്നു. അധ്യാപികയും വിദ്യാർത്ഥിയും കണ്ണുനീർ കൊണ്ട് ശുദ്ധരാക്കപ്പെടുകയാണ്.